ഹാൻഡ്ലൂം കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് നമ്മൾ ലാസ്റ്റ് വീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സെയിം ഐറ്റം തന്നെ. അതിൻ്റെ തന്നെ കുറച്ച് ഡിഫറൻസ് വരുത്തിയിട്ട് നമ്മൾ വേറൊരു പാറ്റേണിലേക്ക് ചെയ്തേ ഉള്ളൂ കേട്ടോ. സെയിം 4 കളർ കോമ്പിനേഷൻസ് ഒക്കെയാണ്. അപ്പോൾ ഈ ഫാബ്രിക്കിനെ കുറിച്ച് അറിയത്തില്ലാത്തവരോട് വേണ്ടിയിട്ട് ഞാൻ പറയാം കേട്ടോ. ഹാൻഡ്ലൂം കോട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്, ഒരു 100% കോട്ടൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടബിൾ ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ ഒരു സിൽക്കി ഫിനിഷിംഗ് ഒന്നും ആയിരിക്കത്തില്ല, ഇത് ഒരു ഡസ്റ്റി ചാർട്ടുകളിലേക്കാണ് വരുന്നത്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കൈ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങളോർക്കും ഇതാണോ എന്ന്, പക്ഷേ അത് ഇട്ട് കഴിഞ്ഞാലേ അതിൻ്റെ ആ ഒരു കംഫർട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. നമ്മുടെ അടുത്ത് ഈ ഒരു കൈൻഡ് ഓഫ് ഫാബ്രിക്കിൻ്റെ കുർത്തീസ് മാത്രം പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പം ഇത് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലേക്കാണ്. ഇനിയിപ്പോൾ കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് വേണമെന്നുള്ളവർക്ക് ഈ ഒരു റാണി പിങ്ക് ചൂസ് ചെയ്യാം. അതിനകത്തേക്ക് വൈറ്റ് ഒരു സ്ട്രൈപ്സ് പോലെ ആയിട്ട് അതിൻ്റെ ആ ഒരു വീവിങ് വന്നേക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്തപ്പോൾ കുറച്ചുകൂടി ഒരു ഷോർട്ടായിട്ട് നമ്മൾ ഫോൾഡിംഗ് ഒക്കെ വരുന്ന ഒരു മിലിറ്ററി സ്ലീവ് വരായിരുന്നു. ഇതിപ്പോൾ കുറച്ചുകൂടെ ലെങ്ത് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഷർട്ട് കോളറാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ജസ്റ്റ് അപ്പർ യോക്കിൻ്റെ ഇവിടേക്കായിട്ട് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. എ ലൈൻ ആണ് ആക്ച്വലി കട്ടിങ്. താഴേക്കായിട്ടും മിഡിലേക്കായിട്ടുമാണ് ഇതിൻ്റെ സ്ലിറ്റ് വന്നേക്കുന്നത്. ഇതാ ഒരു നല്ല സൈഡ് പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലെന്നേ, പക്ഷേ നമ്മളിത് കൊണ്ടുവന്നേക്കുന്ന പ്രൈസാണ് ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത്. 720 റേറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മീഡിയം തൊട്ടിട്ട് XXL സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു ഡസ്റ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു പേസ്റ്റൽ ഗ്രീൻ കളർ എന്ന് പറയാം കേട്ടോ. അതിനകത്തേക്കും ഈ ഒരു വൈറ്റ് കളറിലെ തന്നെയാണ് ത്രെഡിന്റെ വീവിങ് വന്നേക്കുന്നത്. നല്ല ഫിറ്റിങ്ങും കാര്യങ്ങളും എല്ലാമാണ്. ഞാനിപ്പോൾ ലാർജ് സൈസാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ലെങ്ത് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് 46 ഇഞ്ചസിലേക്കുമാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ഒരു ബ്ലൂയിഷ് ഗ്രേ ആട്ടോ, ഒരു ആഷും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ്. അപ്പം ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ വൈറ്റ് കളറിലെ സ്ലബ് സിൽക്കിന്റെ ബോട്ടമാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു വൈറ്റ് കളറിലെ ബോട്ടത്തിന്റെ കൂട്ടത്തിൽ അടിപൊളിയായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ഒരു മഡ് കളറിലേക്കാട്ടോ. അതും വൈറ്റും തന്നെയാണ് കോമ്പിനേഷൻ, ഒരു ഓഫ് വൈറ്റ് എന്ന് പറയാം. അപ്പോൾ ഇതും വന്നേക്കുന്ന പ്രൈസ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് പറഞ്ഞെങ്കിൽ 720 റേറ്റിലേക്കാണ്. ഹാൻഡ്ലൂം കോട്ടൻ്റെ ഐറ്റംസ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനത്തെ നമ്മൾ ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുന്ന പ്രൊഡക്ട്സ് ഒന്ന് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ കംഫർട്ട് എന്താണെന്നും കൂടെ ഉള്ളത് നിങ്ങളൊന്ന് ഫീൽ ചെയ്യണം.